PSCക്ക് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളിൽ പലർക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടാവാറുണ്ട്. അപ്പോൾ അധിക ഫീസൊക്കെ കൊടുത്തിട്ട് കോച്ചിങ്ങിന് പോകാനോ റാങ്ക് ഫയൽ വാങ്ങിക്കാനോ ഒക്കെ കഴിവില്ലാത്തവരുണ്ടായിരിക്കും. അല്ലെങ്കിൽ അവരുടെ സാഹചര്യങ്ങൾ അവരെ അനുവദിക്കുന്നുണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് എങ്ങനെ PSC ചിലവില്ലാതെ പഠിക്കാം എന്നതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. PSC ലഭിക്കുക എന്ന് പറയുന്നത് ഒരു ബാലികേറാമലയായിട്ട് തോന്നാറുണ്ടല്ലേ. കാരണം ഇന്ത്യയിലെ തന്നെ ടഫായിട്ടുള്ള എക്സാമുകളിലൊന്നാണ് കേരള PSC. അത്യാവശ്യം നല്ല പ്രയാസമുള്ള ചോദ്യങ്ങളാണ് PSCക്ക് എഴുതുന്നത് അല്ലേ. പക്ഷേ ആ ഒരു ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പം എല്ലാവർക്കും ടഫ് തന്നെയാണ്. അപ്പം നമ്മൾ പഠിക്കുന്ന രീതി അനുസരിച്ചിട്ടാണ് നമുക്ക് മാർക്ക് കൂടുതൽ കിട്ടുന്നത്. അങ്ങനെ മാർക്ക് കൂടുതൽ കിട്ടണമെങ്കിൽ നിങ്ങൾ കോച്ചിങ്ങിന് പോകണമെന്നോ റാങ്ക് ഫയൽ വാങ്ങിക്കണമെന്നോ അങ്ങനെയൊന്നും നിർബന്ധമില്ല. അങ്ങനെ പോകുന്നവർക്കും PSC കിട്ടാതിരിക്കുന്നുണ്ട്. അപ്പോൾ അതല്ല കാരണം. കോച്ചിങ്ങിന് പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഗൈഡൻസ് കിട്ടും, നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് പഠിക്കുകയും ചെയ്യും എന്നതേ ഉള്ളൂ. ഇനി റാങ്ക് ഫയൽ ആണെങ്കിൽ നമ്മൾ കൂടുതൽ പരതി സമയം കളയേണ്ട ആവശ്യമില്ല, പെട്ടെന്നെല്ലാം പഠിക്കാൻ കഴിയും. ഇതാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും ഗുണം എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിന് രണ്ടിനും സാമ്പത്തികം ഇല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് നോക്കാം. നിങ്ങൾക്ക് സാമ്പത്തികവുമില്ല എന്നാൽ കോച്ചിങ്ങിന് പോവുകയും വേണം എന്ന ചിന്താഗതി ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പ്രദീപ് മുഖത്തല സാറിനെ പോലുള്ളവരുടെ ക്ലാസ്സുകൾ പ്രയോജനപ്പെടുത്താവുന്നതാണ്. പ്രദീപ് സാറ് മാത്രമല്ല, PSC കിട്ടിയ ശേഷം മറ്റുള്ള കുട്ടികളെ കൂടി പഠിപ്പിക്കുന്ന ഒരുപാട് ടീച്ചേഴ്സുണ്ട്. അവരുടെയൊക്കെ ഇൻ്റർവ്യൂ നമുക്ക് യൂട്യൂബിൽ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ആ ഫോൺ നമ്പറൊക്കെ എടുത്ത ശേഷം അല്ലെങ്കിൽ അവരുടെ അഡ്രസ്സ് കിട്ടിയ ശേഷം അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. PSC ചിലവില്ലാതെ പഠിക്കാൻ മറ്റൊരു മാർഗം, ഓരോ സംഘടനകൾ സൗജന്യമായിട്ട് കോച്ചിങ് ക്ലാസ്സുകൾ കൊടുക്കാറുണ്ട്. അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ കോച്ചിങ് ക്ലാസ്സുകൾ കൊടുക്കുന്ന സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ഏരിയയിൽ ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും. പലപ്പോഴും സിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ആരാധനാലയങ്ങളിലൊക്കെ തന്നെ അങ്ങനത്തെ കോച്ചിങ്ങൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കുക. PSC ചിലവില്ലാതെ പഠിക്കാൻ മറ്റൊരു മാർഗ്ഗം എന്ന് പറയുന്നത് യൂട്യൂബ് തന്നെയാണ്. യൂട്യൂബിൽ തന്നെ ഒരുപാട് ക്ലാസ്സുകളുണ്ട്. എല്ലാം സിലബസ് ബേസ്ഡായിട്ട് ചെയ്യുന്ന ക്ലാസ്സുകളുണ്ട്, ഓരോ ടോപ്പിക്കിൽ ചെയ്യുന്ന ക്ലാസ്സുകളുണ്ട്. അപ്പം അത് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. ഇപ്പം ആസ്ഥ അക്കാഡമി, ലെച്ചൂസ്, അങ്ങനെ കുറേ ജെറിൻ സാർ, അങ്ങനെ കുറേ പേരുടെ ക്ലാസ്സുകളുണ്ട്. അപ്പോൾ സിലബസ് ബേസായിട്ടും ക്ലാസ്സുകൾ ചെയ്യുന്നവരുണ്ട്. ഇപ്പം നിങ്ങൾ LD ക്ലർക്കിനാണ് പഠിക്കുന്നതെങ്കിൽ LD ക്ലർക്ക് ഫുള്ള് പഠിപ്പിക്കുന്ന ചാനലുകളും ഉണ്ട്. നേരത്തെ തൊട്ടേ ക്ലാസ്സുകൾ തുടങ്ങി, അതായത് കോവിഡിൻ്റെ സമയത്തെ ഫുൾ ക്ലാസ്സുകൾ ചെയ്തിട്ടുള്ള ചാനലുകളും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണോ പഠിക്കേണ്ടത് അത് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി, എല്ലാ ടോപ്പിക്സും നമുക്ക് കിട്ടുന്നതാണ്. ഇങ്ങനെ ഫ്രീ ആയിട്ട് ക്ലാസ്സുകൾ കിട്ടുമ്പോൾ നമുക്കതിന് വലിയ വാല്യൂ വരില്ല. നമ്മളെപ്പോഴും പൈസ കൊടുത്ത് പഠിക്കുന്നതിനായിരിക്കും കുറച്ചും കൂടെ വാല്യൂ കൊടുക്കുന്നതല്ലേ. പക്ഷേ അങ്ങനെയല്ല, നിങ്ങൾ ഒരു കോച്ചിങ്ങിന് പോകുന്നതിനേക്കാളും നല്ലതായിട്ട് യൂട്യൂബിൽ ക്ലാസ് എടുക്കുന്ന ആളുകളുണ്ട്. അത്ര ആത്മാർത്ഥമായിട്ട് ഒത്തിരി റെഫർ ചെയ്ത് പഠിപ്പിക്കുന്ന ചാനലുകളാണ് യൂട്യൂബിൽ കൂടുതലും ഉള്ളത്. അപ്പോൾ അത് കുറേ ക്ലാസ്സുകൾ കാണുക. ഇപ്പോൾ നിങ്ങൾ ഒരു ടോപ്പിക്ക് പഠിക്കുന്നു, ഇപ്പം സയൻസ് പഠിക്കുന്നു, അപ്പോൾ ഒരാളുടെ ക്ലാസ് മാത്രം ഫോളോ ചെയ്ത് ഒന്നോ രണ്ടോ പേരെ ക്ലാസ് ഒന്ന് ഫോളോ ചെയ്ത് പോവുക. അപ്പോൾ മാക്സിമം നോളജ് അതിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ്. PSC ചിലവില്ലാതെ പഠിക്കാൻ മറ്റൊരു മാർഗ്ഗം ഗൂഗിളാണ്. നിങ്ങൾ ഏത് ടോപ്പിക്കും ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക. പലപ്പോഴും മലയാളം PSC സൈറ്റുകൾ കാണാം, അതിൽ ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് നോട്ട്സൊക്കെ. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് വിക്കിപീഡിയ, മറ്റ് വ്ളോഗുകളൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ചില നോട്ട്സൊക്കെ ഇംഗ്ലീഷിലായിരിക്കും, എങ്കിൽ തന്നെ നമുക്കത് വായിച്ചാൽ മനസ്സിലാവുന്നേ ഉള്ളൂ. അപ്പോൾ അത് വായിച്ച ശേഷം നോട്ട്സാക്കി തയ്യാറാക്കി എടുക്കുന്നതാണ് നല്ലത്. PSC പഠിക്കുമ്പോൾ മറ്റൊരു പ്രത്യേകത, നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പഠിക്കണമെന്നുള്ളതാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മുടെ PSCയുടെ ഒഫീഷ്യൽ സൈറ്റിൽ കുറേ ക്വസ്റ്റ്യൻസ് കിട്ടുന്നതാണ്. അതേപോലെ ഗൂഗിളിൽ കിട്ടുന്നതാണ്. ഏത് ഇയറിലെ ക്വസ്റ്റ്യൻ ആണെന്ന് വെച്ചാൽ അതിൻ്റെ കാറ്റഗറി നമ്പർ അടിച്ച് കൊടുത്താൽ മാത്രം മതി. പിന്നെ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ ലഭിക്കുന്ന ആപ്പുകൾ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയുന്നതാണ്. PSC ചിലവ് കുറച്ച് പഠിക്കാനുള്ള മറ്റൊരു മാർഗം, മെയിൻ സിറ്റികളിലൊക്കെ തന്നെ പഴയ ബുക്സ് നമുക്ക് വാങ്ങിക്കാൻ കഴിയുമല്ലോ. അങ്ങനെയുള്ള കടകളിൽ നിന്ന് നമുക്ക് റാങ്ക് ഫയലുകൾ വാങ്ങിക്കാൻ കഴിയും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ട്രിവാൻഡ്രത്ത് പാളയം സൈഡിലൊക്കെ പഴയ ബുക്സ് വിൽക്കുന്ന ഒരുപാട് കടകളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് PSC ബന്ധപ്പെട്ട ബുക്കുകളും റാങ്ക് ഫയലും ഒക്കെ ഒരുപാട് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ യഥാർത്ഥ റാങ്ക് ഫയലിൻ്റെ വിലയേക്കാളും ഒരുപാട് വളരെ കുറവായിരിക്കും അങ്ങനെ കിട്ടുന്ന ബുക്സിൻ്റെ വില എന്ന് പറയുന്നത്. പിന്നെ PSC പഠനം നിർത്തിയ കുട്ടികളോടോ അല്ലെങ്കിൽ ജോലി കിട്ടിയവരടുത്തോ പഴയ റാങ്ക് ഫയലൊക്കെ മടി കൂടാതെ ചോദിക്കാവുന്നതാണ്. പലരും അങ്ങനെ നമുക്ക് തരാറുണ്ടല്ലേ. അപ്പോൾ നമ്മൾ തന്നെ ഒരു ചാനലിൽ അത് ഒരു ഗീവ് അവേ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ ആവശ്യമില്ലാത്ത ബുക്സ് പൊതുവെ PSC പഠിക്കുന്ന കുട്ടികൾ കൊടുക്കാൻ മടിക്കാറില്ല. അവർ പഠിക്കുന്നില്ലെങ്കിൽ അവർ ഉറപ്പായിട്ടും അടുത്ത ആൾക്ക് കൊടുക്കും. കാരണം ഒരാൾക്കെങ്കിലും ജോലി കിട്ടിയിട്ടെന്ന് കരുതിയിട്ട്. അതേപോലെ ഓൾറെഡി PSC കിട്ടിയവരാണെങ്കിലും അവരുടെ ബുക്സൊക്കെ ഡൊണേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് മടി കൂടാതെ വാങ്ങിക്കുക, കാരണം നമ്മുടെ ആവശ്യമാണല്ലോ. ഇങ്ങനെ പല രീതികൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അധികം ചിലവില്ലാതെ PSC പഠിക്കുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ ഉന്നത റാങ്ക് വാങ്ങുവാൻ കഴിയുകയും ചെയ്യുന്നതാണ്.